أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاقبة للمتقين، والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين. أما بعد، الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا وقرة أعيننا محمدا صلى الله عليه وسلم عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، بسم الله عليم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. يا خير من دفنت بالقاء أعظمه فطاب من طيبهن القاء واللكم. نفسي الفداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. فصاحبك فلا أنساهما أبدا. مني السلام عليكم ما جرى القلم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان بالكرم. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى وآله الشرفاء أمن لنا بالشفاء والجود والكرم. والطف بعبدنا بالنور معترفا. شداد شد بهبل الله
المعتصم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خليل الله خذ بيدي قلت حيلتي أدركني يا رسول الله അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ പൊരുത്തപ്പെടുന്ന ആഖിറത്തിൽ ഉപകരിക്കുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഉള്ള സകല പാപങ്ങളും അല്ലാഹു ഈ മാസത്തിന്റെ മഹദ് പതിൽ കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ച് മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ വിശുദ്ധ റമദാനിന്റെ വളരെ പവിത്രമായ ദിവസങ്ങളിലാണ് ഉള്ളത്. വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് ഓരോ ദിവസങ്ങളായി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു വിശുദ്ധ റമദാനിനെ അർഹിക്കുന്ന രൂപത്തിൽ സ്വീകരിക്കാനുള്ള തൗഫീഖ് നമുക്കും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാധാരണ വർഷത്തിൽ നടക്കാറുള്ള വിജ്ഞാന വിരുന്നിന്റെ വേദിയിലാണ് നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ഇരിക്കുന്ന ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് തിരക്കുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സമയമൊന്നും ഉണ്ടാവില്ല. സമയമൊക്കെ എത്ര വേണം നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ അത്ര സമയം 2 മണിക്കൂർ തോനൊന്നും വേണ്ട അല്ലേ? അപ്പോൾ മൂത്രയിക്കാൻ താക്കാനൊക്കെ ഉണ്ടാക്കി നമ്മളൊക്കെ കഴിച്ചിട്ട് പോകുന്ന ആളുകളായിരിക്കും. ആ സമയം ഒന്ന് സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വർഗപ്പൂങ്കാവനത്തോപ്പിന്റെ അരികിലൂടെ നടക്കുകയാണെങ്കിൽ നിങ്ങളതിൽ മേഞ്ഞോളൂ. സ്വഹാബത്ത് ചോദിച്ചു, ഏതാ നബിയെ ആ തോപ്പ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു 2 മറുപടികൾ. ഒന്ന് ദിക്റിന്റെ മജ്ലിസ്, മറ്റൊന്ന് ഇൽമിന്റെ മജ്ലിസ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന 2 മണിക്കൂർ സമയം അത് എങ്ങനായാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മിപ്പിച്ച വിഷയമാണ്. അപ്പം അതുകൊണ്ട് അത്ര സമയം നമ്മൾ അല്ലാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് ഇരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നമ്മളൊക്കെ വിശുദ്ധ റമദാനിലാണ് ഉള്ളത്. ഈ റമദാനിനെ സ്വീകരിക്കാനുള്ള, റമദാനിലേക്ക് എത്താനുള്ള ഒരു ഭാഗ്യം ലഭിച്ചവരാണ് ഈ ഇരിക്കുന്ന നമ്മളൊക്കെ. നമുക്കറിയാം, കുറേ ആളുകൾ റമദാന്റെ തലേ ദിവസം മരിച്ച ആളുകളുണ്ട്, റമദാന്റെ ഒരാഴ്ച മുമ്പ് മരിച്ച ആളുകളുണ്ട്, റമദാന്റെ ഒരു മാസം മുമ്പ് മരിച്ച ആളുകളുണ്ട്, റമദാൻ തുടങ്ങിയപ്പോൾ മരിച്ച ആളുകളുണ്ട്. ഇന്നലെ എൻ്റെ നാട്ടിൽ മരണം നടന്നു,
ഒരസുഖമില്ല, പെട്ടെന്ന് ഒരു മൂത്രതടസ്സം വന്നു, വേദന വന്നു, പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്തു. അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഈ റമളാൻ വരാൻ വേണ്ടി കുറേ മുമ്പ് തുടങ്ങിയ ശ്രമം എന്ന് പറഞ്ഞാൽ റജബ് തൊട്ടേ നമ്മളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ വസാഇരിൽ ഖൈറാത്തി യാ ദൽ ജലാലി വൽ ഇക്റാം. ഇതൊക്കെ നമ്മൾ റജബിന് തുടങ്ങിയ ദുആയാണ്. പള്ളിയിൽ നിന്ന് ഇമാമ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആന്റെ കൂട്ടത്തിൽ നമ്മൾ പിന്നെ ഇമാമ ദുആരുന്നപ്പോൾ നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞ ആളുകളാണ്. അതിനു പുറമെ മറ്റുള്ള സദസ്സുകളിൽ, ദുആ സമ്മേളനങ്ങളിൽ ഒക്കെ ദുആ ചെയ്തവരും ആമീൻ പറഞ്ഞവരൊക്കെയാണ് നമ്മൾ. അൽഹംദുലില്ലാഹ്, വിശുദ്ധ റമളാനിൽ നമ്മളിപ്പോൾ എത്തി. 60 ദിവസം വിശുദ്ധ റമളാൻ, 5 നോമ്പുകൾ നമ്മൾ അനുഷ്ഠിച്ചു. അല്ലാഹു ധാരാളം നോമ്പുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നമുക്കും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, അർഹിക്കുന്ന രൂപത്തിൽ. അപ്പൊ നമ്മൾ ദുആ ചെയ്ത് വരുത്തിയതാണ് വിശുദ്ധ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. റജബ് മാസത്തിൽ ബറക്കത്ത് തരണം പടച്ചോനെ, ശഅബാനിലും ബറക്കത്ത് തരണം പടച്ചോനെ. അത് രണ്ടിലും ബറക്കത്ത് ചെയ്യുന്നതോടൊപ്പം റമളാൻ മാസത്തെ ഞങ്ങളിലേക്ക് എത്തിച്ച് തരികയും ചെയ്യണം പടച്ചോനെ. ഇത് നമ്മൾ ദുആ ചെയ്ത് വരുത്തിയതാണ് വിശുദ്ധ റമളാനിനെ. അപ്പൊ നമ്മൾ ഇങ്ങനൊക്കെ ദുആ ചെയ്ത് വരുത്തിയിട്ട് നമ്മളതിനെ അർഹിക്കാത്ത രൂപത്തിൽ നമ്മളതിനെ ഒഴിവാക്കി കളഞ്ഞാൽ നമ്മളെക്കാളും വലിയ ധിക്കാരി ആരാണുള്ളത്? ഈ ഉപദേശിക്കുന്നത് ആദ്യമായി എന്നോടും രണ്ടാമതായി നിങ്ങളോടുമാണ്. നമ്മളെ വീട്ടിലുള്ള പുതിയാപ്പിള സർക്കാരത്തിന് വിളിച്ച് അളിയൊന്ന് വരണം. അളിയൻ പറഞ്ഞു എനിക്ക് ഒഴിവില്ല, എനിക്കവിടെ കോൺഗ്രസിന്റെ പരിപാടി ഉണ്ട്, ലീഗിന്റെ പരിപാടി ഉണ്ട്, മാർക്സിന്റെ മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് പള്ളി കമ്മിറ്റിന്റെ യോഗം ഉണ്ട്, എനിക്ക് വരാൻ ഒഴിവിട്ടില്ല. നമ്മൾ പറഞ്ഞ അത് പറ്റൂല, എന്തായാലും വരാം. മൂപ്പര് പറഞ്ഞു എനിക്ക് ഒഴിവിട്ടാഞ്ഞിട്ടാണ്, അത് പറ്റൂല, നിങ്ങൾ വന്നേ പറ്റൂ. അവസാനം അമ്മായിമ്മന്റെ അമ്മൂസാക്കന്റെ നിർബന്ധത്തിന് വാങ്ങിയിട്ട് അയാൾ ശല്യം സഹിക്കാൻ കഴിയാതെ അയാൾ വരാൻ തന്നെ തീരുമാനിച്ചു. വന്ന സമയത്ത് നമ്മൾ കോട്ടമാന്തൽ പൊരിച്ചതും A+ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ A+ എന്ന് പറഞ്ഞ ഇവിടെ അറിയുമെന്നല്ല, ഞങ്ങളുടെ ചക്കക്കുരുവിന് A+ എന്ന് കിട്ടി. ഉണക്കമാന്തൽ പൊരിച്ചതും A+ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്കൊക്കെ A+ ഇല്ല എന്നുള്ള വലിയ പരിധിയാണ്. A+ അതാവുമ്പോൾ ഇഷ്ടം പോലെ പെട്ടെന്ന് ഫലം കാണുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് നല്ല വിറ്റാമിൻ വളരെ കൂടുതലുള്ള സാധനമാണ് ഈ ചക്കക്കുരു. അത് വല്ലാതന്മാർ കൊടുക്കൂല കുട്ടിയേക്ക്, കാരണം സ്വീപ്പുണ്ടാക്കില്ല. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് ആ പുതിയാപ്പിള അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ള പുതിയാപ്പിള വേറെ വിളിച്ച് എന്ന് മാത്രമല്ല ആ പുതിയാപ്പിളക്ക് അത് റാഹത്താവും. അയാൾ ചിന്തിക്കൂല പഠിച്ചോനെ ഇതിനെ എന്നെ വിളിച്ചിരുന്ന് ഫോൺ വിളിച്ചിട്ടും നേരിട്ട് ക്ഷണിച്ചിട്ടും ഒക്കെ അടങ്ങേറായിട്ട് വിളിച്ചിരുന്ന ഇതിനായിരുന്നോ? അപ്പോ ഇതേ രൂപത്തിൽ നമ്മളിങ്ങനെ വിളിക്കുക പഠിച്ചോനെ റമളാനാട് ഒന്ന് നോക്കുമ്പോ ഒരൊറ്റ ദിവസം തറാവീഹില്ല, പിന്നെയോ വിത്റില്ല, പിന്നെയോ ഖുർആന്റെ ഒരു പേജ് നമ്മൾ ഓതാൻ സമയം കണ്ടെത്തുന്നില്ല, പിന്നെയോ നല്ലൊരു പരിപാടി ജമാഅത്തിന് പോലും പള്ളിയിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ എന്ത് റമളാൻ വരിക എന്നുള്ളതല്ല, അതേ സമയത്ത് ആ റമളാനിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് മർമ്മപ്രധാനം. റമളാൻ നമുക്ക് മാത്രമൊന്നല്ല, റമളാൻ ഇഷ്ടംപോലെ ആളുകൾക്ക് വന്നുണ്ട്. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, അല്ലാത്ത ആളുകൾക്കൊക്കെ ഇപ്പൊ റമളാൻ മാസം തന്നെ, അറബി നോക്കുകയാണെങ്കിൽ റമളാൻ മാസം തന്നെയാണല്ലോ. അപ്പൊ റമളാൻ എല്ലാവർക്കും വന്നു, പക്ഷേ അതിനെ സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം. എത്രയോ മുസ്ലിങ്ങളുണ്ട് റമളാനിൽ പൊതുവെ നമ്മളെ മുസ്ലിം ഹോട്ടലുകളൊക്കെ അടക്കുമ്പോൾ ചില ഹോട്ടലുകളൊക്കെ തലപൂക്കുന്ന സമയമാണ്.
ആ ഹോട്ടലുകളൊന്നും അങ്ങാടിയിലോ അല്ലെങ്കിൽ ആളുകൾ കാണുന്ന സ്ഥലത്തൊന്നും തലവെക്കൂല. ആരും കാണാത്ത സ്ഥലങ്ങളിലൊക്കെ തലവെക്കുക. കാരണം കുറെ ആളുകൾക്ക് അങ്ങനെ ആരും കാണാതെ കറണ്ട ആളുകൾ ഉണ്ടാവും. അപ്പൊ അവിടെ വന്നിട്ട് ഉഷാറായിട്ട് തിന്നുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ് പറഞ്ഞത്.